രാജ്യത്തലവൻ വിദേശയാത്ര നടത്തുമ്പോൾ അത് മാസങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്യുന്ന ഒന്നാണ്. ദിവസങ്ങളോളം നീളുന്ന ചർച്ചകൾ, വമ്പൻ വിരുന്നുകൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ സംഭവിച്ചത് ഇതൊന്നുമല്ല. അബുദാബിയിൽ നിന്ന് ഒരു വിമാനം പറന്നിറങ്ങുന്നു ലോകത്തെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുറത്തേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു. നേരെ ചർച്ചയിലേക്ക് കടക്കുന്നു. വെറും 180 മിനിറ്റ്, അതെ 3 മണിക്കൂർ മാത്രം. വന്ന അതേ വേഗത്തിൽ അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ഒരു രാജ്യത്തലവൻ മറ്റൊരു രാജ്യത്തേക്ക് ഔദ്യോഗിക സന്ദർശനത്തിന് വരുമ്പോൾ വെറും 3 മണിക്കൂർ മാത്രം ചെലവഴിക്കുക എന്നത് സാധാരണ സംഭവമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഒരേ കാറിൽ അവർ യാത്ര ചെയ്തു. പക്ഷേ വന്ന വേഗത്തിൽ തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ MBZ ഇന്ത്യയിലെത്തിയത്? ആ 3 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയും UAEയും തമ്മിൽ ഉറപ്പിച്ചത് ഏതൊക്കെ വമ്പൻ കരാറുകളാണ്? പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? പരിശോധിക്കാം. സമയം വളരെ കുറവായിരുന്നെങ്കിലും ഇംപാക്റ്റിന്റെ കാര്യത്തിൽ ഈ സന്ദർശനം വളരെ വലുതായിരുന്നു. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ട്രേഡ് തന്നെയാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം അടുത്ത 6 വർഷത്തിനുള്ളിൽ $200 ബില്യൺ എത്തിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. നിലവിൽ ഇത് ഏകദേശം $100 ബില്യൺ ആണ്. ഇതിനു പുറമെ ഊർജ്ജ മേഖലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യക്ക് പ്രതിവർഷം 0.5 ദശലക്ഷം ടൺ LNG നൽകാനുള്ള കരാറിൽ ADNOC ഗ്യാസും ഇന്ത്യയുടെ HPCLും ഒപ്പുവെച്ചു. കൂടാതെ സ്പേസ്, ഡിഫൻസ്, സിവിൽ, ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിൽ തന്ത്രപ്രധാനമായ സഹകരണത്തിന് അടിത്തറയിട്ടിട്ടുണ്ട്. അബുദാബിയിൽ ഒരു ഇന്ത്യ ഹൗസ് നിർമ്മിക്കാനും അതുപോലെ ലധോലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിനായി UAE പുരാവസ്തുക്കൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരാം. വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഈ മിന്നൽ സന്ദർശനത്തിന് പിന്നിൽ പ്രധാനമായും 3 ആഗോള കാരണങ്ങളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് യമനിലെ സംഘർഷമാണ്. സൗദി അറേബ്യയും UAEയും തമ്മിൽ യമൻ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത ഭിന്നതയിലുമാണ്. യമനിലെ വിവിധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ മുൻപ് സഖ്യകക്ഷികളായിരുന്ന സൗദിയും UAEയും ഇപ്പോൾ നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഡിസംബറിൽ UAE പിന്തുണയുള്ള സേന നടത്തിയ നീക്കങ്ങൾക്കെതിരെ സൗദി വ്യോമാക്രമണം നടത്തിയതോടെയാണ് ബന്ധം വഷളായത്. ഇതിനെ തുടർന്ന് UAE യമനിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.